ഫോൺ ദാ പണയിൽ പോയി. രാവിലെ എണീറ്റ് വന്നപ്പോഴത്തേക്കും വീട്ടിലാകപ്പാടെ ഒരു ബഹളം. നോക്കിയപ്പോൾ രാവിലെ TV ഇട്ട് സുംബ ഡാൻസ് കളിക്കുന്നു. രാവിലെ തന്നെ തിരുവോണത്തിന് വേണ്ടിയിട്ടുള്ള പ്രിപ്പറേഷൻസ് തുടങ്ങി. മെയിനായിട്ട് തിരുവോണത്തിന് അത്തപ്പൂക്കൾ ഇടാനുള്ള സ്ഥലം ഒരുക്കലായിരുന്നു. വണ്ടിയൊക്കെ എടുത്ത് പുറത്ത് വെച്ചതിന് ശേഷം സോപ്പ് പൊടിയും വെള്ളമൊക്കെ ഒഴിച്ച് നന്നായിട്ട് കഴുകി ഇറക്കി. നമ്മളിവിടെ കാര്യമായിട്ടൊരു ജോലി ചെയ്യുന്നു, പിള്ളേരവിടെ സോപ്പ് വെള്ളത്തിൽ കളിക്കുന്നു. മുറ്റത്ത് നല്ല വിശാലമായിട്ടുള്ള സ്ഥലമൊക്കെ ഉണ്ടായിരുന്നു അത്തമിടാൻ. എങ്കിലും മഴ ആയതുകൊണ്ട് ഇതിനകത്തിടുന്നതാണ് നല്ലതെന്ന് തോന്നി. കുറച്ച് നേരത്തെ നല്ല പ്രയത്നത്തിന് ശേഷമാണ് അവിടെ അത്രയെങ്കിലും ഒന്ന് വൃത്തിയാക്കി എടുത്തത്. പറ്റുന്നത് പോലെ ഒരു കണക്കിന് നല്ല വൃത്തിയായിട്ട് കഴുകി ഇറക്കിയിട്ടുണ്ട്. അവിടെ മാത്രം വൃത്തിയാക്കിയാൽ പോരാ, കിച്ചണിലൂടെ വന്ന് എന്തെങ്കിലുമൊക്കെ അരിഞ്ഞു പറക്കി താഴേന്ന് മമ്മി പറയുന്നുണ്ട്. അപ്പോൾ പിന്നെ കഴിവേൻ്റെ ക്ഷീണവും തീർക്കാം, കുറച്ച് നേരം ഇരിക്കുകയും ചെയ്യാമല്ലോ എന്ന് വിചാരിച്ചിട്ട് മമ്മിക്ക് സാമ്പാറിന് അരിയാൻ തുടങ്ങി. കൂട്ടത്തിൽ ഞാൻ പറയുന്നുണ്ട്, മമ്മി ഞാൻ ഇരുന്നു, ഇനി എന്തെങ്കിലും അരിയാ വറക്കാനോ ഉണ്ടെങ്കിൽ എട്ടെന്ന് കൊണ്ടുപോവാ, ഈ ഇരുത്തയിലെല്ലാം ഞാൻ അരിഞ്ഞ് പറക്കി തരാമെന്ന്. ഇതിനിടയ്ക്ക് വെള്ളം കുടിക്കാൻ ദാഹിക്കുന്നുണ്ട്, എന്തെങ്കിലും കഴിക്കാൻ തോന്നുന്നുണ്ട്. കാരണം കാര്യമായിട്ടുള്ള ജോലിയാണ് രാവിലെ എടുത്തത്. അങ്ങനെ സാമ്പാറിന് എനിക്ക് തോന്നുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും കാളം കൂടമൊക്കെ അരിഞ്ഞ് പറക്കി കൂട്ടി എന്തായാലും. ഇതിനിടയ്ക്കിട്ട് മമ്മി പറയുന്നുണ്ട് അച്ചാറിടാനുള്ള നാരങ്ങ അരിയാൻ. ഞാൻ പറഞ്ഞ പെട്ടെന്ന് എടുത്തതായോ, ഈ ഒറ്റ ഇരുത്തത്തിൽ ഞാൻ എല്ലാം അരിഞ്ഞ് തരുമെന്ന്. അങ്ങനെ കണ്ണി കണ്ടതുപോലെ എല്ലാം അരിഞ്ഞ് കൂട്ടിയെടുത്തു. പിന്നെ മമ്മിക്കറിയാം ഞാനിവിടെ എണീറ്റ് പോയാൽ ഇനി എന്നെ കിട്ടത്തില്ല. അതുകൊണ്ട് മമ്മി പെട്ടെന്ന് തന്നെ നാരങ്ങ എടുത്തുകൊണ്ട് തന്നു. ഈ നാരങ്ങ നമ്മുടെ വീട്ടിൽ തന്നെ കിളിച്ചതാണ് കേട്ടോ. നമ്മുടെ വീടിൻ്റെ ചവരയിൽ തന്നെ നിൽക്കുന്ന നാരങ്ങയാണ്. ഈ നാരങ്ങ ഇത്തവണ ചുവന്ന കളറിലാണ് കേട്ടോ ഇട്ടത്. സാധാരണ നല്ല മഞ്ഞ രീതിയിൽ മമ്മി അച്ചാറിട്ട് തരാറുണ്ട്, നല്ല അടിപൊളി ടേസ്റ്റാണ്. ഇതിൻ്റെ ഈ വെള്ള അച്ചാറിൻ്റെ ഒരു ഫാൻ തന്നെയാണ് ഞാൻ. അങ്ങനെ നാരങ്ങയല്ല, മമ്മി പറയുന്നുണ്ട് നല്ല രീതിക്ക് ഒന്നും കൂടെ തൊലി എത്തി കളയൂ, തൊലി വേണ്ടാന്ന്. ഞാൻ പിന്നെ വീണ്ടും ഒന്നും കൂടെ ഒന്ന് തൊലിയൊക്കെ ചെത്തി ഒന്ന് നല്ല സുന്ദര കുട്ടപ്പനൊക്കെ ആക്കി എടുക്കുന്നുണ്ട്. ഇതിനിടയ്ക്ക് ഞാൻ നോക്കിയപ്പോൾ ഉണ്ട് നല്ല മീൻ പൊരിയുന്നതിൻ്റെ മണം. ഞാൻ പറഞ്ഞു മമ്മി എന്നെ ഇവിടെ എടുത്തിട്ട് മമ്മി മീൻ പൊരിക്കുവാണോ, എനിക്കതിൻ്റെ വീഡിയോ എടുക്കണമെന്ന്. അതിൻ്റെ ഇടയ്ക്കൂടെ പോയി അതൊക്കെ തലയിട്ട് ഒന്ന് വീഡിയോ ഒക്കെ എടുത്തു. അത് കഴിഞ്ഞ് അരിഞ്ഞു വച്ചിരിക്കുന്ന നമ്മുടെ നാരങ്ങ ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് കുറേ നേരം ഒന്ന് ഉപ്പും മഞ്ഞൾപ്പൊടിയും ചേർത്ത് ഇളക്കി വെച്ചു. ഇനിയിപ്പം വൈകിട്ട് രാത്രിയിൽ മാത്രമേ അത് അച്ചാറിടത്തുള്ളൂ. അപ്പോഴത്തേന് ക്ഷീണിച്ചു, കുറച്ച് വെള്ളമൊക്കെ കലക്കി. പിന്നെ ഈ അലുവ നമ്മുടെ അടുത്തുള്ള ആൻറ്റിമാർ കൊണ്ടു തന്നെയാണ് കേട്ടോ. ഈ അലുവ മാത്രമുള്ള ഒരു കവർ നിറയെ സാധനങ്ങളുണ്ടായിരുന്നു. അതൊന്നും എനിക്ക് വീഡിയോ എടുക്കാൻ പറ്റില്ല കേട്ടോ. ഓണത്തിന് അത് ഞങ്ങളുടെ പതിവാണ്. നമ്മുടെ അടുത്ത മമ്മിയുടെ കൂട്ടുകാർ, നമ്മുടെ അടുത്ത ആൻറ്റിമാരും ഇഷ്ടം പോലെ സാധനങ്ങൾ കൊണ്ടു തരാറുണ്ട്.